അസ്സലാമു അലൈക്കും. നമ്മുടെ സാധനങ്ങളൊക്കെ മേടിച്ച് ഞങ്ങൾക്ക് ജോലി ഉണ്ടായിരുന്നു. ദാ മേടിച്ചതാണ് നൈറ്റി 1, 2, 3, 4. എങ്ങനെയുണ്ട്? പാരിപ്പള്ളി സിംപ്ലി എന്നാണ് മേടിച്ചത്. പിന്നെ 2 കുളിത്തോർത്ത് മേടിച്ചിട്ടുണ്ട്, 2 കൈലി മേടിച്ചിട്ടുണ്ട്. ആണുങ്ങൾ ഉപയോഗിക്കുന്ന കൈലിയില്ലേ, അപ്പോൾ ഇങ്ങനത്തെയാണ് വാങ്ങിയത്. എങ്ങനെയുണ്ട് എന്ന് പറയണേ. അൽഹംദുലില്ലാ, നമ്മൾ ഒരാൾക്ക് കൊടുക്കുമ്പോൾ ഒത്തിരി വൃത്തിയുള്ളത്. എനിക്ക് ഈ നൈറ്റി ഇഷ്ടപ്പെട്ട്. ഈ നൈറ്റി ഇത് ഉമ്മാരെ ഇഷ്ടത്തിനടുത്ത്. ഞാൻ ഉമ്മായും കൂടെയാണ് പോയത്. പിന്നെ അതിൻ്റെ ബില്ലാണ് 1270 രൂപ. പിന്നെ മേടിച്ച് 20 കിലോ അരി. കാരണം 1 കിലോമീറ്ററോളം ഉള്ളിലോട്ട് നടക്കാനുണ്ട്. ഇത് ചുമന്നുകൊണ്ട് പോകണം. നമ്മൾ മേടിച്ച ഇത് പവിഴം ജയ റൈസ് 10 കിലോ വീതമുള്ള 2 ചാക്ക്. പിന്നെ വലിയൊരു പാക്കറ്റ് ബിസ്ക്കറ്റ് മേടിച്ചിട്ടുണ്ട്, അൽഹംദുലില്ലാ. പിന്നെ നൂഡിൽസ് മേടിച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞില്ലേ, ആ വീഡിയോയിൽ പറയുന്നുണ്ട് കുട്ടിയുണ്ട് മോളുണ്ട് എന്ന്. പിന്നെ ഒരു പേസ്റ്റ് മേടിച്ചിട്ടുണ്ട്. പിന്നെ 3 ബ്രഷ് മേടിച്ചിട്ടുണ്ട്. 2 വലിയ ബാർ സോപ്പ് മേടിച്ചിട്ടുണ്ട്. 1 കിലോ പുളി മേടിച്ച്, 2 കിലോ പഞ്ചസാര, 5 കിലോ മാവ് മേടിച്ചിട്ടുണ്ട്. അതേപോലെ 5 കിലോ പച്ചരിയും മേടിച്ചിട്ടുണ്ട്. പിന്നെ എക്സോ ബാർ ഉണ്ടല്ലേ, നമ്മൾ പാത്രം കഴുകുന്നത്, അത് 5 എണ്ണം മേടിച്ചിട്ടുണ്ട്. നോക്ക്. പിന്നെ ബില്ല് നിങ്ങളെ കാണിക്കണമല്ലോ നമുക്ക്. പിന്നെ വെളിച്ചെണ്ണ 1/2 കിലോ വീതമുള്ള 2 എണ്ണം. പിന്നെ 1 കവറ് പപ്പടം മേടിച്ചിട്ടുണ്ട്. ജീരകം, ഉലുവ, കടുക്, പിന്നെ ചെറുപയർ, ഉഴുന്ന്, 2 മഞ്ഞൾപ്പൊടി മേടിച്ചിട്ടുണ്ട്. പിന്നെ സാമ്പാർ പൊടി മേടിച്ചിട്ടുണ്ട്. ഇത് 4 സോപ്പ് മേടിച്ചിട്ടുണ്ട്. പിന്നെ 1/2 കിലോ വെളുത്തുള്ളി മേടിച്ചിട്ടുണ്ട്. 2 കവർ ഉപ്പ് മേടിച്ചിട്ടുണ്ട്. 250ൻ്റെ വീതം 2, അതായത് 1/2 കിലോരത് ഇല്ലായിരുന്നു. മല്ലിപ്പൊടി മേടിച്ചിട്ടുണ്ട്. 250 തേയില, 500. 250 തേയിലയാണോ നോക്കട്ടെ. തേയില 250 ആണോ എന്തോ അറിയില്ല. 250 അല്ലെങ്കിൽ 500. 1/2 കിലോ തേയില. പിന്നെ 1/2 കിലോ മുളക് പൊടി. ഇതിൻ്റെ ബില്ല് എല്ലാം ഒരു വീട്ടിൽ അൽഹംദുലില്ലാ എല്ലാം വാങ്ങിയിട്ടുണ്ട്. ഇനി നാളെ വാങ്ങുന്നതെന്ന് വെച്ചാൽ സവാള മേടിക്കണം. കാരണം കെട്ടി വെച്ചാൽ ഇപ്പോഴത്തെ ഇതിൽ അറിയില്ലല്ലോ. പിന്നെ സവാള മേടിക്കണം. കൊച്ചുള്ളി 2 കിലോ സവാള മേടിക്കണം. 1 കിലോ കൊച്ചുള്ളി മേടിക്കണം. പിന്നെ മക്കൾ അവിടെ ഇരുന്ന് കഴിക്കും പൊന്നെ. 2 കിലോ സവാള, കൊച്ചുള്ളി, മലക്കറി മേടിക്കണം. പിന്നെ നോക്കട്ടെ, ഓട്ടോയിലാണ് പോകുന്നത്. നമ്മൾ കാറിലാണ് പോവാനിരുന്നത്, പക്ഷേ അസൗകര്യമുണ്ട്. പിന്നെ നമ്മൾ ഇത്രയും വൈകിക്കുന്നില്ല. അവരെ ഭക്ഷണം അൽഹംദുലില്ലാ കിട്ടട്ടെ. ബാക്കി പൈസ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അക്കൗണ്ട് വഴിയിട്ടാണ് കിട്ടിയിട്ടുള്ളതെങ്കിൽ അൽഹംദുലില്ലാ കിട്ടട്ടെ. ഇതവർ കുറച്ച് ദിവസം കഴിക്കട്ടെ, ഡ്രസ്സൊക്കെ ഇടട്ടെ. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ വേണമെങ്കിൽ വെക്കാം. അതിൻ്റെ ബില്ലാണ് 3353 രൂപ. എല്ലാ സാധനവും ഒരു വീട്ടിലെ മേടിച്ചിട്ടുണ്ട്. ഇനി നാളെ അങ്ങോട്ട് പോകുമ്പോൾ ബാക്കി മേടിക്കും. കണ്ട, ഡെയിലി ഫ്രഷ് പാരിപ്പള്ളിയിൽ നിന്നാണ് വാങ്ങിയത്. ഇനിയിപ്പോൾ ചാക്ക് ഞാൻ പറഞ്ഞു ഇതുപോലെ ചാക്കിൽ തരണം എന്ന് പറഞ്ഞ് ഇതുപോലെ ഒരാൾക്ക് കൊടുക്കാനാണ് എന്ന് പറഞ്ഞ് സോപ്പും എല്ലാം മേടിച്ചിട്ടുണ്ട്. ദാ നോക്ക് മക്കളെ ബില്ല്. ഇനി ഞാൻ കണക്കുകളെല്ലാം നോക്കണം. പിന്നെ ഞാൻ ATM നിന്ന് പൈസ വിഡ്രോ ചെയ്തിട്ടില്ല. ഗൂഗിൾ പേ വഴി തന്നെയാണ് കടകളിലെല്ലാം കൊടുത്തത്. ഇനി കണക്ക് നോക്കണം. 8000 ബുക്കിലാണ് എഴുതി വെച്ചേക്കണത്. 8351 രൂപ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി ഓട്ടോ കൂലി പരിചയത്തിൽ ഒരാളെൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനൊരു ഹെൽപ്പിനാണ് എന്ന് പറഞ്ഞ്. ഇവിടെ നിന്ന് 1 മണിക്കൂർ 1 സൈഡ് കാണിക്കുന്നുണ്ട് ഗൂഗിൾ മാപ്പിൽ. നമുക്കും അറിയില്ല, കുളത്തൂപ്പുഴ മാത്രമേ അറിയത്തുള്ളൂ. പിന്നെ അവിടെ ചെന്നിട്ട് അരിപ്പ എന്ന് പറയുന്ന സ്ഥലത്ത്, അമ്മയമ്പലം എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവരെ വീട്. അതും 1 കിലോമീറ്റർ ഉള്ളിലോട്ടാണ്. ഇതെൻ്റെ കുടുംബ വീടാണ്. ഞാൻ വിചാരിച്ചു ഇവിടെ തന്നെ ഓട്ടോ സൗകര്യം, കാരണം എൻ്റെ വീടിന് വഴി സൗകര്യം കുറവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ഓട്ടോയിൽ എടുത്ത് വെച്ച് ഞാനും ഉമ്മ, ബാപ്പ, മക്കൾ, പിന്നെ ഓട്ടോ ഡ്രൈവർ. കാരണം ഇത് ചുമന്നങ്ങ് എത്തിക്കണമല്ലോ. മക്കളെ കയ്യിൽ തുണിയൊക്കെ കൊടുത്തു വിടാം. പിന്നെ സോപ്പൊക്കെ ഒരു കവറിലാക്കാം നമുക്ക്. പിന്നെ ഒരു സന്തോഷ വാർത്തയുണ്ട്. മോന്താ മധുരക്കിഴങ്ങ് കഴിക്കുന്നത്. ഇതാണ് കുടുംബ വീട്. ഇത് തറയിൽ ഷീറ്റ് ഒട്ടിച്ചിരിക്കുകയാണ്. ഇത് ഞാൻ പൊട്ടിക്കുന്നില്ല, ഇനി നാളെ പൊട്ടിക്കുന്നോളൂ. ഇന്ന് തന്നെ മക്കളെ ഭയങ്കര ക്ഷീണമായി. ദാ ഗൂഗിൾ ആഡ്സെൻസ് വഴി എനിക്ക് വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷം. നിങ്ങൾ സപ്പോർട്ട് ചെയ്തതിന്, എല്ലാവരും സപ്പോർട്ട് ചെയ്തതിന് എനിക്ക് സന്തോഷമുണ്ട്.
പിന്നെ ഈ പിൻ പൊട്ടിക്കുന്നില്ല, ഇത് നല്ല വൃത്തിക്ക് പൊട്ടിക്കണം. കണ്ട, ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്നാണ് വന്നത്. നമുക്ക് സ്പീഡ് പോസ്റ്റ് വഴിയാണ് വന്നത്. നെജ്ലാജെ, നൗഫൽ മൻസിൽ, പുന്നോട്, വെട്ടിയറപ്പിയോ, നാവായിക്കുളം, കല്ലമ്പലം. കണ്ട, സ്പീഡ് പോസ്റ്റ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഗൂഗിള് നമുക്ക് മുംബൈ. കണ്ട, നമുക്ക് അൽഹംദുലില്ലാ ഇത് കിട്ടി. കാരണം ഇത് കിട്ടാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പാടുണ്ടായിരുന്നു. എൻ്റെ ചാനൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് ഈ അംഗീകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. ഇതെല്ലാം നമ്മൾ മേടിച്ചത് പാരിപ്പള്ളി സിംലയെന്നാണ്. പിന്നെ ഉപ്പ ഉമ്മായൊക്കെ നാളെ ഇൻഷാല്ലാ കാണിക്കുന്നുണ്ട്. കുഞ്ഞുമോൻ കണ്ട മധുരക്കിഴങ്ങ് കഴിക്കുന്നത്, ചീനിക്കിഴങ്ങ്. മക്കളെ എൻ്റെ തൊലി കഴിക്കല്ലേ മക്കളെ, ഇനി നമ്മൾ പോവും. എൻ്റെ പൊന്നും തിന്നി. ബർത്ത്ഡേ ആവാറായി. കണ്ട കഴിക്കണത്. അൽഹംദുലില്ലാ എൻ്റെ ഒരു ജീവിതം ഇങ്ങനെ ആയതുകൊണ്ടാണ് നെജ്ലായും മസ്റൂറായും എൻ്റെ മക്കളും ഈ വീഡിയോയുടെ മുമ്പിൽ വന്നത്. എൻ്റെ ജീവിത സാഹചര്യം ഇത്രയൊക്കെ എന്നെക്കൊണ്ടും നിങ്ങൾ സഹായിച്ചെത്തിക്കാൻ പറ്റുന്നില്ലേ, അത് തന്നെ അൽഹംദുലില്ലാ. ഈ ദുനിയാവിലല്ലെങ്കിൽ ആഖിറത്തിൽ ഇതിനുള്ള പ്രതിഫലം നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ചേച്ചിക്ക് നാളെ കൊടുക്കും. കൊടുക്കുന്ന സമയത്തുള്ള വീഡിയോ ഇടും. അവർ അക്കൗണ്ട് നമ്പരും ബാക്കിയിട്ട്. ഈ ഞാൻ എന്തെന്നറിയുമോ മെയിനായിട്ട് ഈ വീഡിയോ ചെയ്തത്, ഗൂഗിൾ പേയിൽ 150 രൂപ നമ്മൾ ഒരു ബാങ്കിൽ പോയിട്ട് ട്രാൻസ്ഫർ ആക്കാൻ പറ്റൂലല്ലോ. ഒരുപാട് പേര് ബാഡൊക്കെ പറഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ ഒന്നും ബാഡിലോട്ട് പോണില്ല. അർഹതപ്പെട്ട കരങ്ങളിൽ ഇതിനകത്ത് പോരാ കുറവുള്ള പൈസ ഞാനിട്ട് നികത്തും. അത് എൻ്റെ ഭാഗത്ത് നിന്ന് ഇനിയിപ്പോൾ എന്തോ ആയിക്കോട്ടെ, എൻ്റെ കുട്ടികളെ ഞാൻ വളർത്തുന്നുണ്ടെങ്കിൽ അതിനുള്ള ബറക്കത്ത് റബ്ബ് വേറൊരു വഴി കൂടെ കിട്ടും. പോരാക്കുറവുള്ളത് ഇപ്പം തന്നെ കണക്ക് കൂട്ടി എല്ലാം ക്ലിയർ ചെയ്ത് നിങ്ങളടുത്ത് നാളത്തെ വീഡിയോയിലിടും. നാളെ ഞാൻ വീഡിയോ ഇടാൻ ചിലപ്പം വൈകും, ചിലപ്പോൾ ഒരു ഷോർട്ട് ഇട്ട് പോകുന്ന നിങ്ങളെ ഒരു യാത്ര പോവാൻ നമ്മൾ 11 മണിക്കാണ് യാത്ര പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ജോലി കഴിഞ്ഞിട്ട് വന്ന് വെപ്രാളപ്പെട്ടെല്ലാം ഒരുങ്ങി മക്കളെയും കൊണ്ട് പോകണം. നിങ്ങൾ ദുആ ചെയ്യണം. ഒരു കുഴപ്പവും കൂടാതെ തിരികെ മക്കളെയും കൊണ്ടാണ് പോണത്. തിരികെ എത്തണം. കാരണം കാട് ഏരിയയാണ്, ടൂറിസം ഇതിൻ്റെയൊക്കെ ഉണ്ട്. കാരണം ഉൾനാട്ടിലാണ്. അപ്പോഴും നിങ്ങളും ദുആ ചെയ്യണം. ആദ്യമായിട്ട് പോകുന്ന ഒരു സ്ഥലമാകുമ്പോൾ പരിചയം കുറവായിരിക്കും. കുട്ടികളൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ ബാക്കി ചിലവൊക്കെ പോകുമ്പോൾ കുട്ടികൾക്ക് എന്തെങ്കിലും വെള്ളമോ കാര്യങ്ങളൊക്കെ ഒക്കെ അൽഹംദുലില്ലാ ഞാൻ മേടിച്ച് കൊടുക്കും. പിന്നെ എനിക്ക് ഒരിത്ത കേക്കിന് വേണ്ടി സഹായിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോൻ്റെ ബർത്ത്ഡേയുടെ തലേന്ന് പറയണമെന്ന് പറഞ്ഞ് എറണാകുളം. പിന്നെ ഗൂഗിൾ ആഡ്സൻസ് വഴി ഇതാ വന്ന് ഞാനിപ്പം എൻ്റെ കൂടെ പഠിച്ച കുട്ടിയുടെ ഉമ്മായ എന്ത് കാര്യം ഉണ്ടെങ്കിലും എനിക്ക് 3 പേരുണ്ട് പറയാൻ. എൻ്റെ ദിൽഷമോള ഉമ്മായെ വിളിച്ച് ഞാൻ ഇതെല്ലാം കാണിച്ചു കൊടുത്ത്. കാരണം ഞാൻ ഒരുപാട് ബഹുമാനവും സ്നേഹവും, അവളെ പൈസയാണ് 500 രൂപ എനിക്ക് ആദ്യം കയ്യിൽ വരുന്നത്. എല്ലാവരും ഇത് കണ്ടിട്ട് പോരാ കുറവുള്ളത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയണം. പൈസ നിങ്ങൾക്ക് ഇന്ന് രാത്രി 10 മണി വരെ അയക്കാം. അതിനുശേഷം നിങ്ങൾ ആരും അയക്കേണ്ട, അതും കൂടെ ഞാൻ പറയട്ടെ. അയക്കേണ്ട. കാരണം എന്ന് വെച്ചാൽ നമ്മൾ 1 രൂപയാണെങ്കിലും അർഹതപ്പെട്ടത് ഇനി കണക്കുകളെല്ലാം കൂട്ടണം. മുഷ്താഖ് ബാമോനെ എല്ലാവർക്കും സലാം പറഞ്ഞു കൊടുക്കി. അപ്പോഴേ ജോലി കഴിഞ്ഞിട്ട് ഇന്ന് 2 മണിയായി വന്നപ്പം പിന്നെ ആടിന് എല്ലാം കരച്ചിലും വിളിയായിരുന്നു. പിണ്ണാക്കും കാര്യങ്ങളൊക്കെ കൊടുത്ത് മഴ തോന്ന് നിൽക്കുന്നുണ്ട്. നാളത്തെ അന്തരീക്ഷം റബ്ബെ അനുകൂലമായിരിക്കണം. ഉമ്മ വാപ്പായെ കൊണ്ട് സാധനങ്ങളൊന്നും ചുമക്കാൻ പറ്റൂല. ചാക്കിലാക്കി ഞാൻ തലയിലെങ്ങാനും വെച്ചുകൊണ്ട് പോവാം. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഒരു നേരത്തെ അന്നമല്ലേ. പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ? നമ്മളെ വീടിൻ്റെ പണി സ്റ്റാർട്ടായിട്ടുണ്ട്. ഞാൻ വീഡിയോയ്ക്ക് വേണ്ടി നാളെ ഇടില്ല, മറ്റന്നാൾ ഗൂഗിൾ ആഡ്സൻസ് ഞാൻ പൊട്ടിക്കുന്നില്ല മക്കളെ. ഇനി ഞാൻ അങ്ങ് ചെന്നിട്ട് ഇതിനകത്തൊരു പിന്നുണ്ട്, ആ പിന്നും കൂടെ ആയാലേ നമുക്ക് വെരിഫിക്കേഷൻ എല്ലാം കഴിയുള്ളൂ. ഇതൊക്കെയാണ് വിശേഷങ്ങൾ. പിന്നെ മസ്റൂറ ആഹാരം കഴിക്കുന്നത്. ഞാൻ ചോറ് വെച്ചില്ല, ദോശയും സാമ്പാറും ആയിരുന്നു ഉച്ചയ്ക്കും. ഞാനിതുവരെ ചായയിലാണ് നിൽക്കുന്നത്. ഇനി വേണം പോയി കഴിക്കാൻ. കാരണം ദോശ കഴിച്ചില്ല. പിന്നെ ഞാൻ കടയിൽ നിന്ന് ഒരു ജ്യൂസ് കുടിച്ചായിരുന്നു വന്നപ്പോൾ. ഈ 10-ൻ്റെ കുപ്പി കിടക്കുന്നുണ്ടോ, ഫ്രൂട്ടി അതുപോലത്തെ. പിന്നെ ചായയും കുടിച്ച്. പിന്നെ സമയമില്ലായിരുന്നു, കാരണം പാരിപ്പള്ളിയിൽ പോയിട്ട് വരണ്ടേ. പിന്നെ ഓട്ടോ കൂലി 130 രൂപ ആയി. അത് കുഴപ്പമില്ല, അത് നമുക്ക് പരിഗണിക്കാം. എത്തട്ടെ, ഇവർ അർഹതപ്പെട്ട കരങ്ങളിൽ എത്തട്ടെ. ഇത് അല്ലേ. പിന്നെ നിങ്ങൾ സഹായിച്ചത് കൊണ്ട് ഞാനൊരു ചെറിയ ഇതിന് വേണ്ടി സഹായിച്ച് ഒരു 5 രൂപയാണ് ഉള്ളത് പറയല്ല. ഞാൻ ആമിനാത്താൻ്റെ അടുത്ത് വിളിച്ചു പറഞ്ഞു, ആമിനാത്ത 5 രൂപ കിട്ടിയത്. അപ്പോൾ ആമിനാത്ത ഉടനെ 5 രൂപ നികത്തി തന്നെ. അൽഹംദുലില്ലാ ആമിനാത്ത സഹായിച്ച്. അങ്ങനെ ഒരുപാട് പേര് സഹായിച്ചിട്ടുണ്ട്. 100, 50 ഒരേ ആഗ്രഹങ്ങളിൽ 101. ഇനി എൻ്റെ കൂട്ടുകാരി വെച്ചിട്ടുണ്ട് ഒരു 101 രൂപയും. അതാരാണെന്ന് വെളിപ്പെടുത്തരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ഇത്തായും വെച്ചിട്ടുണ്ട്. അത് ചെറിയ വിഹിതമാണെങ്കിൽ അൽഹംദുലില്ലാ അതൊക്കെ ഓട്ടോ കൂലിക്ക് വേണ്ടി എടുക്കും. കാരണം എൻ്റെ അവസ്ഥ അറിയാമല്ലോ. ഈ കുരുന്നുകളന്ന് ഞാൻ പൂട്ടിയിട്ടിട്ടാണ് പോയത്. വന്നപ്പോഴും 3 പേരും ഉറങ്ങിക്കിടക്കുന്നു. പിന്നെ എൻ്റെ സങ്കടവും പ്രയാസവും അതൊക്കെ ഒരു വഴി കൂടെ എങ്ങനെ പോകണം. ഈ ഒരു നന്മ ചെയ്യുന്നത് എൻ്റെ കുട്ടികൾക്കും എൻ്റെ മാതാപിതാക്കൾക്കും എനിക്കും
എൻ്റെ എല്ലാമായിരുന്ന ഇക്കാക്കും. പിന്നെ ഇതൊക്കെയാണ് മക്കളെ വിശേഷങ്ങൾ. അപ്പോഴേ സലാം പറഞ്ഞു മക്കളെ. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം.